പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് കല്ലുമ്മക്കായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഫ്രൈ അല്ല റോസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്ന് പറയണേ. ഞാൻ റോസ്റ്റാണ് ഉണ്ടാക്കിയത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. പക്ഷെ ഇതിനകത്ത് പകുതി ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കാം എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് വേണ്ടാത്തൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് എത്ര ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്ര കാണുമ്പോൾ അത് കുറേ ഉണ്ട്, പക്ഷെ ഇതിനകത്ത് പകുതിയും ഇല്ല, ഒന്നുമില്ല ഇതിനകത്ത്. നോക്കാം. ഈ മാലമാല പോലത്തേനകത്തൊക്കെ പകുതിയും മറ്റേ ശംഖൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വൃത്തിയാക്കി എടുക്കണം. അപ്പം ഉണ്ടോ അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ആയുള്ളൂ. ഇനിയിപ്പോൾ ഇത് ചൂടാക്കുമ്പോൾ ബാക്കി പോയിക്കോളും. പക്ഷെ ഞാനിതിൽ വേറൊരു സംഭവം കണ്ടോ, എന്താ പറയുക, എല്ലാത്തിൻ്റെ മേലെ കൂടെ ഒരു ചെറുതിൻ്റെ മേലെ കൂടെ വലുതായിട്ടുള്ളത് ഇതുണ്ടോ. ഇത് കണ്ടോ, താഴെ ഒരു ലെയറും ഉണ്ടോ, താഴെ ഒരു ലെയറും താഴെ ഒരു ചെറുതിൻ്റെ അകത്തുനിന്ന് മേലോട്ട് വേറെ വന്ന പോലെ. ഞാൻ ആദ്യം മേടിച്ച ഒന്നിനകത്തേ ഉള്ളത് കണ്ടോ. എല്ലാത്തിലും അങ്ങനെയതാ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി ഇങ്ങനെ തന്നെയാണോ ഇത് ഉണ്ടാവുക? കണ്ടോ, അതുണ്ടോ എൻ്റെ മോൻ കാണിക്കുന്ന കണ്ടോ. നോക്കട്ടെ. എല്ലാത്തിലും അങ്ങനെ തന്നെ കേട്ടോ. ഒന്നൊന്നുമല്ല, എല്ലാത്തിലും അങ്ങനെ തന്നെ. ഇതിനകത്താണെങ്കിൽ താഴെ ഒരു കുഞ്ഞിത് കണ്ടോ, അതിൻ്റെ മേലെ കൂടെയാണ് അടുത്ത ഉണ്ടായിട്ടുള്ളത് കേട്ടോ. എന്താന്ന് അറിയുന്നില്ലേ. ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഇതെങ്ങനെയാ അറിയുന്നവരെന്ന് പറഞ്ഞു തന്നെ. ഞാനിത് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. ചിലതിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അങ്ങനെ തന്നെയാണ്. ഇതുണ്ട്, എല്ലാം അങ്ങനത്തെ എല്ലാം ഉള്ളത്. അപ്പം ബാക്കി ഇനി വൃത്തിയാക്കണം. ഇത് ഇത്രയൊക്കെ പോകുന്നുള്ളൂ, ബാക്കിയൊന്നും പറിക്കാനൊന്നും പറ്റുന്നില്ല. കുറേ നോക്കി കൈയൊക്കെ വേഗം എടുക്കുക. ഒന്നും എല്ലാം ചൂടായി വരുമ്പോഴത്തേന് ഇതൊക്കെ ഇങ്ങനെ വിണ്ട് വരുമല്ലോ, അങ്ങനെ പൊളന്ന് വരും. അപ്പോൾ നമുക്ക് അതിനെ വൃത്തിയാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എല്ലാവരും ചെയ്യുന്നത്. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാനതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂട്ടി എക്സ്ട്രാ ഇട്ട് കൊടുത്തതാണ്. അപ്പം നോക്കാം, നമുക്ക് വൃത്തിയാക്കണം. അപ്പം നമ്മളെ കല്ലുമ്മക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടായാൽ മതി, അപ്പോഴത്തേക്കും ആവും കേട്ടോ. അപ്പം ഇതിനൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. 100 രൂപയുടെ കേട്ടോ. അപ്പം 100 രൂപയ്ക്ക് ഇത്രയൊക്കെ കിട്ടിയത് തന്നെ വലിയ ലാഭമാണ്. അപ്പം ഇത്ര ഉണ്ടായിരുന്നു കേട്ടോ. നന്നാക്കി എടുത്തപ്പം എല്ലാം അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞെടുത്തപ്പം ഇത്ര ഉണ്ടായിരുന്നു. അപ്പം നമുക്കിത് റോസ്റ്റ് ആക്കാം. അപ്പോൾ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉള്ളി, തക്കാളി, പച്ചമുളകില്ല, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ചീനച്ചട്ടി കണ്ടിട്ട് ആരും ഒന്നും പറയരുത്, കാരണം അത് കുറച്ച് കാലമായി. പിന്നെ അതല്ല, ഞാൻ എന്തുണ്ടാക്കിയാലും കരിഞ്ഞു പോട്ടോ. അതെൻ്റെ ഒരു ഇതാണ്, എന്തുണ്ടാക്കിയാലും കരിയും ആദ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അതിലേക്ക് ആദ്യം ഒന്ന് ഉള്ളി വഴറ്റിയ ശേഷം അതിലേക്ക് തക്കാളി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള കുരുമുളക്, മല്ലിപ്പൊടി, ഞാനങ്ങനെ എനിക്ക് അളവൊന്നും അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇതിനനുസരിച്ചിട്ടാണ് ഇടുന്നത്. മല്ലിപ്പൊടി, കുരുമുളക് പൊടി നല്ലോണം ഇട്ടിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഉപ്പും ആവശ്യത്തിനിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ചമണം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് നന്നാക്കി വെച്ച കക്കയല്ലല്ലോ, ഇവിടെ കക്കാന്ന് തോന്നുന്നു പറയുന്നു കേട്ടോ. അതാണ് എൻ്റെ വായിൽ വരുന്നത്. കല്ലുമ്മക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഈ കുറച്ചൊരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവണമല്ലോ. ഇതും വെന്തതാണ്, എന്നാലും ഒന്നും കൂടെ ഒന്ന് ഇതാവണമല്ലോ. അപ്പം കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. അപ്പോൾ അതവിടെ വേവട്ടെ. അങ്ങനെ ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും തന്നെ ഏകദേശം ആവും കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതൊന്ന് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ട് അതിലേക്ക് മേലെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒരു 2-3 കറിവേപ്പിലയും കൂടി ഇട്ടാൽ പൊളിക്കും കേട്ടോ. അടിപൊളി സ്മെല്ലായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഫോണിൽ കാണുന്ന ഈ ഒരു കളറല്ല ലാസ്റ്റ് ആയി വന്നപ്പോൾ ഉള്ളത്. അപ്പം ഞാൻ ലാസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് കളർ ഉണ്ടായിരുന്നതെന്ന് കേട്ടോ. വീഡിയോയിൽ എടുക്കുമ്പോൾ ഈ ഒരു കളറാണ് വരുന്നത്, പക്ഷേ ഉണ്ടായിരുന്ന കളർ ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടത്. അപ്പോൾ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം, ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ ആ ഒരു ഇതൊക്കെ കൂടെ വന്ന് പച്ച വെളിച്ചെണ്ണയുടെ മണവും ഒക്കെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് പറയാം കേട്ടോ.